പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ രാമേന്ദ്രൻ സർ, ശ്രീ മണികണ്ഠൻ, മറ്റ് സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ നവകേരള സൃഷ്ടിയിൽ കേരളം എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്നത് ഗൗരവപൂർണമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കണ്ണൂരിൽ വെച്ച് ഇത്തരം ഒരു ലൈബ്രറി കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. രണ്ട് മൂന്ന് ദിവസങ്ങളിലായി വായനശാലയുടെ രംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പലവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ചർച്ചകളും അക്കാഡമിക് സെഷനുകളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് 3 പ്രധാനപ്പെട്ട ക്ലാസ്സുകളും നടക്കുകയുണ്ടായി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ 3 അവതരണങ്ങളും പരസ്പരം ബന്ധപ്പെട്ടവയാണ്. മാറുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വായനശാലകൾ എങ്ങനെയായിരിക്കണം, അവയുടെ പ്രവർത്തന രീതിയിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം, പുതിയ തലമുറയുടെ അഭിരുചികൾ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ ഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ പൊതുവായനശാലകൾ, പ്രത്യേകിച്ചും പൊതുവായനശാലകൾ മാറേണ്ടത് എന്നതാണ് പ്രധാനമായും ചർച്ച ചെയ്തിട്ടുള്ളത്. മുമ്പൊക്കെ വായനശാല എന്നതൊരു പൊതുവിടമായിരുന്നു എന്ന് നമ്മൾ എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പൊതുവിടങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ വ്യാകുലപ്പെടുന്നു. കുറച്ചു കാലം മുമ്പ് വായിച്ചൊരു കവിതയിൽ 4ാം ക്ലാസ് വരെ പഠിച്ച LP സ്കൂള് ഇല്ലാതായി പോയതിനെക്കുറിച്ചും കുട്ടിക്കുപ്പായവും മറ്റും കണ്ട സിനിമാ കൊട്ടകൾ ഓഡിറ്റോറിയമായി മാറിയതും വായനശാലകൾ ഷോപ്പിംഗ് മാളായി മാറിയതും ഒക്കെ ഖേദപൂർവം അടയാളപ്പെടുത്തി. എന്നാൽ വായന ഒരിക്കലും മരിക്കുന്നില്ല. വായനയുടെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു സാമൂഹിക ജീവിയാണ് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. ഒന്ന് കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ജീവിയാണ് എന്നും പറയാറുണ്ട്. അതോടൊപ്പം ഒന്നുകൂടി പറയാം, മനുഷ്യൻ നൈസർഗികമായ കലകളോടുകൂടി ജീവിക്കുന്നവനാണ്. അവൻ്റെ ഓരോ ചലനത്തിലും കലാത്മകമായ ഒരു പ്രകടനമുണ്ട്. അതാണ് അയാളെ സർഗാത്മകതയുടെ ലോകത്ത് സഞ്ചരിക്കുവാൻ പ്രാപ്തമാക്കി തീർക്കുന്നത്.
അതുകൊണ്ട് വായന അവൻ്റെ ജീവിത സഞ്ചാരത്തിൽ ഉടനീളം ഉണ്ടായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ വായനയുടെ രീതികൾ മാറുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കടലാസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ വായന ഉണ്ടായിരുന്നു. കടലാസ് കണ്ടുപിടിച്ചപ്പോൾ വായനയുടെ രീതി മാറി എന്ന് മാത്രം. പിന്നീട് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് വായനയുടെ രീതി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് പഴയ തരത്തിലുള്ള പൊതു ഇടങ്ങളിലൂടെ നമ്മൾ നേടിയിട്ടുള്ള ചില സർഗാത്മക വ്യാപാരങ്ങളാണ്. സമകാല ലോകത്തെക്കുറിച്ചും പുതിയ ചലനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വളരെ ശക്തിമത്തായ ഇടപെടലുകൾ നടന്നിരുന്ന ഒരിടമായിരുന്നു വായനശാലകൾ. ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള 3 പ്രബന്ധങ്ങളിൽ നമ്മുടെ പൊതുവായനശാലകളെ പ്രധാനമായും അഭിസംബോധന ചെയ്യുന്നതായിരുന്നു. കളിയും യാത്രയും എങ്ങനെയാണ് വായനയുടെ സംസ്കാരത്തെ പുഷ്ടിപ്പെടുത്തുന്നത് എന്ന് ആദ്യ പ്രബന്ധകാരൻ വളരെ സമർത്ഥമായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. വായനയുടെ സ്വർഗത്തിൽ എന്ന് പറയുന്ന ഒരു ലേഖനം പണ്ട് സുകുമാർ അഴീക്കോട് എഴുതിയത് ഓർക്കുകയാണ്. ആ ലേഖനം അവസാനിപ്പിക്കുന്നത് ഒരു സംസ്കൃത സൂക്തത്തോടെയാണ്. പുസ്തകം സ്ത്രീധനശ്ചൈവ പരഹസ്തഗതം ഗതം അഥവാ പുനരായാതി നഷ്ട ഭ്രഷ്ട ച ഖണ്ഡശ. പുസ്തകം മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടമാണ്, തിരിച്ചു കിട്ടുകയില്ല എന്ന്. നേരത്തെ ലിറ്റിൽ ലൈബ്രറിയെക്കുറിച്ച് 3ാമത്തെ പ്രബന്ധകാരൻ അവതരിപ്പിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഈ ശ്ലോകമാണ്. ധനം കുറേശ്ശെയായിട്ടെങ്കിലും തിരിച്ചു കിട്ടും, സ്ത്രീയെ ഭ്രഷ്ടയായിട്ടെങ്കിലും കിട്ടും, എന്നാൽ പുസ്തകം തിരിച്ചു കിട്ടുകയില്ല എന്നാണ് ആ സംസ്കൃത ശ്ലോകത്തിൻ്റെ പൊരുൾ. ഏതായാലും വായനയുടെ ഈയിടെ ഒരാൾ പറയുണ്ടായി, വായന മരിച്ചു എന്നൊക്കെ ചിലർ പറയാറുണ്ടല്ലോ. വായന മരിച്ചു എന്ന് പറയുന്നത് വാസ്തവത്തിൽ വായന മരിച്ചു എന്ന് പറയുന്ന ആളുടെ മനസ്സാണ് മരിച്ചിരിക്കുന്നത് എന്ന്. മനസ്സ് മരിക്കാത്തിടത്തോളം കാലം വായനയെ അവൻ ആശ്രയിക്കുക തന്നെ ചെയ്യും. പണ്ട് മലയാളത്തിലെ ആദ്യ നോവൽ, ലക്ഷണമൊത്ത നോവൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ഇന്ദുലേഖയുടെ 500 പതിപ്പാണ് ആദ്യമായിട്ട് 1888 ഇറക്കിയത്. അന്ന് ഒരണയാണ് ഇതിന് വില. ഒരണയ്ക്ക് ഒരു ചാക്ക് അരി കിട്ടുന്ന കാലം. 3 മാസം കൊണ്ട് ആ പുസ്തകം മുഴുവനും വിറ്റഴിഞ്ഞു. പക്ഷേ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും വ്യത്യാസമുണ്ട്. അന്ന് വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അക്ഷരാഭ്യാസമുള്ളവർ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. ഒരു നാടിനെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താണ്? അവിടെ പുസ്തകങ്ങൾ കടത്തിവിടാതിരിക്കുക, അവിടെ അക്ഷരാഭ്യാസമില്ലാതെ ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും ആവശ്യമായത് അക്ഷരമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായത് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയോട് കൂടിയിട്ടാണ്. അതാണ് 3ാമത്തെ പ്രബന്ധകാര്യത്തിൽ പ്രത്യേകമായി ഊന്നൽ നൽകിയത്. തൊഴിലാളി പ്രസ്ഥാനവും
മറ്റ് സംഘടിത പ്രസ്ഥാനം നമ്മുടെ വായനയുടെ സംസ്കാരത്തെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോയി. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തെ ചടുലമാക്കുകയും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കാലഹരണപ്പെട്ടിട്ടില്ല. അവ പകർന്നു നൽകുന്ന ഊർജം പുതിയ പന്ഥാവുകളിലൂടെ തെളിച്ചു കൊണ്ടുപോകേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. ആ വെളിച്ചം കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ നമ്മുടെ പൊതു വായനയെ കാണേണ്ടത്. വായനാശാലകൾ എങ്ങനെ മാറണം? രണ്ടാമത്തെ പ്രബന്ധകാരൻ വളരെ ശക്തമായിട്ട് വളരെ നല്ല സൂചനകളോടുകൂടിയിട്ട് അത് പറയുകയുണ്ടായി. വായിക്കാൻ ഒരിടമുണ്ടാവുക. സ്വന്തമായൊരു മുറിയെക്കുറിച്ചൊക്കെ നമ്മുടെ സ്ത്രീ എഴുത്തുകാരികൾ ചിന്തിച്ചൊക്കെ നമുക്ക് അറിയാം. സ്വന്തമായൊരു ഇടം വേണമെന്നുള്ളത്. വായനശാലയിൽ പലതരത്തിലുള്ള വായനക്കാരുണ്ട്, പലതരത്തിലുള്ള അഭിരുചികളുള്ളവരുണ്ട്. നോവൽ വായിക്കാൻ താല്പര്യമുള്ളവർ, ഗവേഷണാത്മകമായ മനസ്സോടുകൂടി എത്തുന്നവർ, എഴുത്തുകാർ, ഇവർക്കെല്ലാം അവരവരുടേതായ ഒരിടം ഉണ്ടായിരിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ ആ വായനശാലകൾ ആകർഷകമാകുക തന്നെ ചെയ്യും. നിശബ്ദത പാലിക്കുക എന്നുള്ളത് പല വായനശാലകളുടെയും തുടക്കത്തിലുള്ള കയറി ചെല്ലുമ്പോൾ കാണുന്ന ആദ്യത്തെ വാചകമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള വിഭാഗത്തിൽ പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ ചെല്ലുന്നവരെ വർത്തമാനം പറയുന്നത് എഴുതി വയ്ക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അടുത്ത് ഇരിക്കുന്ന കുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേര് നോട്ട് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ അടുത്ത് എത്തിക്കും. പിന്നെ ചോദ്യം ചെയ്യലായി. അങ്ങനെ നിരവധി തവണ ചോദ്യം ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മൾ എന്താണ് സംസാരിക്കുന്നത്? ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് വായനശാലകളെ, ഇപ്പോൾ വായന പലതരം വായനയുണ്ട്. മൗന വായന ഇഷ്ടമുള്ളവരുണ്ട്. അവർക്ക് ശല്യം ഉണ്ടാകാത്ത, അതിനുകൊണ്ടാണ് ഓരോ തരക്കാർക്കും പറ്റിയ ഇടം വായനശാലയിൽ ഉണ്ടാകണമെന്നുള്ളത്. ഇപ്പം അടുത്ത കാലത്ത് ഇപ്പോൾ സർവകലാശാലയിലൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്, പ്രായോഗികമായിട്ടൊരു വിഷമം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. ഈ നമ്മുടെ വായനശാലകൾ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളും കോളേജുകളിലൊക്കെ ഉള്ള ലൈബ്രറികൾ മുഴുവൻ സമയവും തുറന്നിരിക്കുക എന്നുള്ളത് ഒരു ആദർശമാണ്. 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്ന ലൈബ്രറി എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഒരു ആവശ്യമാണ്, അവകാശവുമാണ്. പക്ഷെ നിലവിലുള്ള നമ്മുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഔദ്യോഗിക വിഭാഗത്തെ ഘടന അതിനനുകൂലമല്ലാത്തത് കൊണ്ട് അത് സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ട്. അതോടൊപ്പം ഈയിടെ കോടതിയിലൊക്കെ വന്നിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. 9:30-ക്ക് ശേഷം പെൺകുട്ടികൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തണം. ലൈബ്രറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില വിഷമ പ്രതിസന്ധികളും ഇതോടൊപ്പം നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വായനശാലയിൽ പ്രവർത്തിക്കേണ്ടുന്ന സമയമെന്ത്? ഇപ്പോൾ വാസ്തവത്തിൽ ഈ പാശ്ചാത്യ ദേശങ്ങളിലും നമ്മുടെ കേരളത്തിലും പ്രവർത്തിച്ചു വരുന്ന വായനശാലയുടെ പ്രവർത്തന രീതി വളരെ വ്യത്യസ്തമാണ്. ഈ സർവകലാശാല തലത്തിലൊക്കെ UGC അനുവദിച്ച സന്ദർഭത്തിൽ
ഒരു പ്രധാനപ്പെട്ട കാര്യം പല അധ്യാപകരും ഓർക്കാറില്ല. അവരുടെ അധ്യാപനത്തിനായിട്ട് നീക്കിവെച്ചിട്ടുള്ള സമയക്രമത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സിലബസിനെ കുറിച്ച് പഠിക്കുവാനും അതിനെക്കുറിച്ച് പഠിപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു കുറേ സമയം അതിനുവേണ്ടി ഉള്ള തയ്യാറെടുപ്പിന് വേണ്ടി കുറേ സമയം ലൈബ്രറിയിൽ നീക്കി വെക്കണമെന്നുള്ളതാണ്. ഞാൻ ഒരു കോളേജിൽ പ്രവർത്തിച്ചിരുന്നൊരു കാലത്ത് ഒരാൾ മറ്റൊരു സുഹൃത്തിനോട് ചോദിക്കുകയാണ്, അധ്യാപകർക്ക് എന്താ ലൈബ്രറിയിൽ കാര്യം എന്ന്. തമാശ പെട്ടാണ് ചോദിച്ചെങ്കിലും വായനയുടെ മാറ്റങ്ങളെക്കുറിച്ച് വളരെ ശക്തമായി ഉയരുന്ന ഒരു ഭീഷണിയാണ് അത്. അപ്പോൾ വായനശാലയെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ചില സ്കാറ്റേർഡ് ചിതറിയ ചിന്തകൾ മാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകങ്ങളുടെ പുതിയ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ എഴുത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ലിപിയെക്കുറിച്ച് ഒക്കെയുള്ള ഗൗരവതരമായിട്ടുള്ള ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അടുത്ത കാലത്തായിട്ട് ഒരു ഭാഷാ ഉപദേശക സമിതി ചീഫ് സെക്രട്ടറിയുടെ ആഭിമുഖ്യത്തിൽ രൂപീകരിക്കുകയുണ്ടായി. അതിൽ ഞാനും ഒരു അംഗമാണ്. അതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയം മലയാളം പലരും പല രൂപത്തിൽ ഉപയോഗിക്കുന്നു. പാഠപുസ്തകങ്ങളിൽ ഒരു മലയാളം, പത്രമാധ്യമങ്ങളിൽ കാണുന്ന മലയാളം, ചാനലുകളിൽ ഉപയോഗിക്കുന്ന മലയാളം, പ്രവാസികൾ ഉപയോഗിക്കുന്ന മലയാളം എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായി മാറുന്ന മലയാളത്തെക്കുറിച്ച് ഇവിടെ ഒരു ലിപീകരണം ആവശ്യമില്ല. കു എന്നുള്ള ഒരക്ഷരം എഴുതുന്നത് രണ്ട് രീതി, പഴയ രീതിയും പുതിയ രീതിയും ആലോചിച്ച് നോക്കുക. പ്ര എന്നുള്ള അക്ഷരം പുതിയ രീതിയിലും പഴയ രീതിയിലും എഴുതുന്നത് ആലോചിച്ച് നോക്കുക. ലിപിയുടെ ഏകീകരണത്തെക്കുറിച്ച് വളരെ ഗൗരവതരമായിട്ട് ചിന്തിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനുവേണ്ടി കുറേ പുതിയ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. താമസിയാതെ അത് കേരളത്തിൽ ഉടനീളം പ്രായോഗിക തലത്തിൽ എത്തിച്ചേരും. മാധ്യമങ്ങളെല്ലാം അത് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം പുതിയ പദങ്ങളുടെ സൃഷ്ടി, ഇതും ഈ ലൈബ്രറി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കേവലം പുസ്തകങ്ങളുടെ വർഗീകരണത്തെക്കുറിച്ചും പുസ്തകം വായിക്കുന്നവരുടെ മനസ്സിന് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്നതിനെക്കുറിച്ചും മാത്രം ചിന്തിച്ചാൽ മതിയാവുകയില്ല. വായനയുടെ സംസ്കൃതി എന്താണ്, വായനയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയിട്ടുള്ള പ്രശസ്തമായിട്ടൊരു കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും എന്നൊക്കെ പറഞ്ഞ് ആരംഭിക്കുന്ന വരികൾ അവസാനിക്കുന്നിടത്ത് ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വായന ശരിയായ ദിശയിലേക്ക് നയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നേരത്തെ മൂന്നാമത്തെ പ്രബന്ധകാരൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വക്രീകരണങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. മലബാർ കലാപം നല്ലൊരു ഉദാഹരണമാണ്.
അത് കാർഷിക കലാപമാണോ, സ്വാതന്ത്ര്യ സമരമാണോ, മാപ്പിള ലഹളയാണോ എന്നൊക്കെ നിരവധി തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഇങ്ങനെ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അതിസങ്കീർണമായ തരത്തിലുള്ള മിഥ്യാവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെയും മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഉള്ള യാഥാസ്ഥിതികമായിട്ടുള്ള അനാചാരങ്ങൾ പടർന്നു പിടിക്കുകയാണ്. നരബലി പോലെയുള്ള സംഗതികൾ നടക്കുന്നു. മനുഷ്യൻ്റെ ആർത്തി വർദ്ധിക്കുകയാണ്. വിശ്വാസത്തിലൂടെയും പണം നേടാം എന്നവൻ മോഹിച്ചു പോവുകയാണ്. ഈ ഘട്ടത്തിലൊക്കെ എന്താണ് വായന, എങ്ങനെയാണ് ഒരു വായനയെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ പരിഷ്കരിക്കേണ്ടത് എന്ന പാത കാണിച്ചു കൊടുക്കുവാൻ ഒരു ലൈബ്രറി ആത്മാർത്ഥ പ്രവർത്തകന് മറ്റ് സാംസ്കാരിക പ്രവർത്തകരെ പോലെ തന്നെ സാധ്യമാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ട്. അംബേദ്കറെയും ഗാന്ധിജിയെയും ഒക്കെ തിരിച്ചറിയാൻ, അവരുടെ ജീവിത സമരങ്ങളെ, അവരുടെ ആശയമുഖങ്ങളെ ശരിയായി തിരിച്ചറിയുവാൻ വായന ശരിയായ രീതിയിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് വായന വാരാഘോഷവും മറ്റും നടക്കാറുണ്ട്. PN പണിക്കരുടെ ഓർമ്മ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആ സമയത്തൊക്കെ ഉണ്ടാകാറുണ്ട്. സനാതന ധർമ്മം എന്ന പേരിൽ ഒരു പുസ്തകശാല തുടങ്ങുകയും ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന് അദ്ദേഹം സ്വയം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ജീവിതം. നാട് മുഴുവൻ നടന്ന് പുസ്തകങ്ങൾ ശേഖരിക്കുകയാണ്. അതൊരു വലിയൊരു സംസ്കാരമായിരുന്നു. അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് പിന്നീട് ലൈബ്രറി കൗൺസിലിൻ്റെയും മറ്റും തുടക്കക്കാരായിട്ട് മാറിയത്. അതിൻ്റെ ഒരു സംസ്കാരം പുതിയ ലൈബ്രറി പ്രവർത്തകരിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്ന ഒരു വസ്തുത. ഇപ്പോൾ പല സ്ഥലത്തും കാണുന്ന ഒരു ദയനീയമായിട്ടൊരു കാര്യം, നല്ല വായനക്കാരായിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ, സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നവർ, അവരൊക്കെ തന്നെയും അവരുടെ ജീവിതകാലത്ത് ഉൾക്കൊണ്ട പുസ്തകങ്ങളെ തൻ്റെ കാലശേഷം അന്യം നിന്നു പോകുന്നതുകൊണ്ട് മറ്റുള്ളവർക്കായി കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ. പലരുടെയും അലമാരികൾ ചിതല് പിടിച്ചു പോയിരിക്കുന്നു, പുസ്തകങ്ങളുടെ അലമാരികൾ ചിതല് പിടിച്ചു പോയിരിക്കുന്ന അവസ്ഥ. ഇപ്പം അതുകൊണ്ടാണ് ഞങ്ങളുടെ സർവകലാശാലയെ പോലുള്ള സർവകലാശാലകൾ പുസ്തകങ്ങൾ, മറ്റുള്ളവർ ഉപയോഗിക്കാത്ത പുസ്തകങ്ങൾ സർവകലാശാലയിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. പുസ്തകങ്ങൾ മാത്രം, പണ്ട് താളിയോലകൾ, അനവധി താളികൾ. ഇപ്പോൾ ഈ വായനശാലകൾ എങ്ങനെ പുതിയ കാലഘട്ടത്തെ വരേണ്ടുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ പല ലൈബ്രറികളിലും സാധാരണ പുസ്തകങ്ങളോടൊപ്പം ഈ ലൈബ്രറി കൂടി സജ്ജമാക്കിയിട്ടുണ്ട്. അനേകം പുസ്തകങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് ആക്കുന്ന സമ്പ്രദായമുണ്ട്. നമുക്ക് ഏത് രൂപത്തിലും ആ അക്ഷരങ്ങളെ വായിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെ വളരെയധികം ഇൻ്ററാക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ വായനശാലകൾ മാറിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തെ അനുസരിച്ച്
മുന്നോട്ട് പോകുവാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല പ്രവർത്തിക്കുന്നത് എന്ന് പറയുകയാണ്. മലയാള സർവകലാശാലയെ കുറിച്ച് രണ്ട് വാക്ക് കൂടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുന്നതുകൊണ്ടാണ്. മലയാള സർവകലാശാല എന്താണ് സർവകലാശാലയുടെ ദൗത്യമെന്ന് പലരും ഇനിയും വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ലോകത്തുള്ള എല്ലാ വിഷയവും മലയാളത്തിൽ പഠിപ്പിക്കാനുള്ള ഒരേ ഒരു സർവകലാശാലയാണ് മലയാള സർവകലാശാല. ചരിത്രമാവട്ടെ, സാമൂഹ്യശാസ്ത്രമാവട്ടെ, മാധ്യമ പഠനമാവട്ടെ, ചലച്ചിത്ര പഠനമാവട്ടെ, ഏത് വിഷയവും ഭാവിയിൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലും മലയാളത്തിൽ പഠിപ്പിക്കാനൊരു സ്ഥിതിവിശേഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആശ്രയിക്കേണ്ടുന്ന ഏക അക്കാദമിക സ്ഥാപനമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിലുള്ള മലയാള സർവകലാശാല. അവിടെയും ലൈബ്രറിയിൽ വളരെ സുസജ്ജമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലുള്ളത്. സുസജ്ജമായിട്ടുള്ളൊരു ലൈബ്രറിയാണ് അവിടെ നമ്മുടെ സർവകലാശാലയിൽ ഉള്ളത് എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രസിദ്ധീകരണ വിഭാഗവും വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു പോരുന്നത്. 60ഓളം തുടങ്ങിയിട്ട് അധികം വർഷമായിട്ടില്ലെങ്കിലും 60ഓളം ടൈറ്റിലുകളിലുള്ള പുസ്തകങ്ങൾ മലയാള സർവകലാശാല പുറത്തിറക്കുകയുണ്ടായി. ഒരു ആനുഷംഗികമായിട്ട് ഒരു കാര്യം കൂടി ഇവിടെ പറയുകയാണ്. മറ്റൊന്നുമല്ല, ഈ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് കണ്ണൂരിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ തുടങ്ങാൻ തീരുമാനിക്കുകയും അത് വളരെ മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ പാർശ്വവൽക്കൃതരായിട്ടുള്ള പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് കൂടി പുസ്തകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തക്ക വിധം 100ഓളം ലൈബ്രറികളിൽ പുസ്തകം എത്തിക്കുവാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയുണ്ടായല്ലോ. ഈ ഒരു സുശക്തമായ ഭാവി തലമുറയ്ക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു ദൗത്യം ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് ഏറ്റെടുത്ത ഈ സാഹചര്യത്തിൽ കേരളീയർക്ക് വേണ്ടി നിലകൊള്ളുന്ന, മലയാളം വിജ്ഞാന ഭാഷയാകുവാൻ വേണ്ടി നിലകൊള്ളുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല ഞങ്ങളുടെ 2,20,000 രൂപ വരുന്ന പുസ്തകങ്ങൾ സൗജന്യമായി സ്റ്റേറ്റ് ലൈബ്രറി കോൺഗ്രസ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രദേശങ്ങളിലെ ലൈബ്രറികളെ ശാക്തീകരിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. തീർച്ചയായിട്ടും ലൈബ്രറി എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വളർച്ചയുടെ പിന്നിൽ എൻ്റെ നാട്ടിലെ ലൈബ്രറി ഉണ്ട്. എൻ്റെ വീട്ടിലൊക്കെ പാഠപുസ്തകങ്ങൾ അപ്പുറം വീട്ടിൽ വാങ്ങാനുള്ള അവസ്ഥ പൊതുവെ ആ കാലത്ത് ആരുടെ വീട്ടിലും ഉണ്ടായിരുന്നില്ല. പാഠപുസ്തകങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മുടെ വായന ചെല്ലുന്നത് ഗ്രാമീണ വായനശാലകളിലൂടെയായിരുന്നു. ആ ഗ്രാമീണ വായനശാലയിലെ പുസ്തകങ്ങളും മറ്റ് ചിത്രപുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള കഥാപുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. അതുകൊണ്ട് വായനശാലകളുടെക്ക് ഉയിരും ഉണ്മയും നൽകിയ ആളുകളെ മറന്നുകൊണ്ട്, ഗ്രാമീണരെ മറന്നുകൊണ്ട് നമുക്കൊരടി മുന്നോട്ട് വയ്ക്കാൻ, ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ സാധ്യമാവുകയില്ല. ഈ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളെല്ലാം, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇത്രയും അധികം പേര് ഇത്തരം ഒരു അക്കാഡമിക് സെഷനിൽ ഒത്തുചേർന്നിരിക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടൊരു സംഗതിയാണ്. അതിന് കാരണം ഇവകൾ സമർപ്പിതമായ ആ മനസ്സാണ്. വായനയോടും പുസ്തകങ്ങളോടുമുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന് നിറഞ്ഞ പിന്തുണ നൽകിക്കൊണ്ട്
ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.